രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ഇന്നുണ്ടാകും എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. ACC അതിനെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ രാഹുലിനെ അവിടെ നിന്ന് തൂക്കി മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അത്രയധികം പരാതികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ജനപ്രതിനിധിയായതിനു ശേഷവും ഈ പരാതികൾ തുടരുന്നത് കോൺഗ്രസ് നേതാക്കൾക്കുള്ളിൽ തന്നെ കടുത്ത അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കടുത്ത നിലപാടിലേക്ക് കേരള കോൺഗ്രസും നീങ്ങുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നു. ACCയെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. ACC ആ കാര്യത്തിൽ അന്വേഷണം നടത്തും. പക്ഷേ അത് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തിക്കൊണ്ടായിരിക്കും അന്വേഷിക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ എന്ന ചോദ്യമാണ്. ലിജോ റോളൻസ് ചേരുന്നുണ്ട്. ലിജോ, പത്തനംതിട്ട ഉണ്ടായിരുന്നു, ഇപ്പോൾ അവിടെ തന്നെ ഉണ്ടോ? പ്രതികരിക്കാനൊന്നും സാധ്യതയില്ല, പക്ഷെ ആൾ എവിടെയാണെന്നെങ്കിലും ഒരു ധാരണയായിട്ടുണ്ടോ? രാവിലെ 6 മണി മുതൽ അന്വേഷിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരമാണ്. 6 മണിക്ക് തന്നെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആരും കതകു തുറന്നില്ല. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞ് വന്ന് അന്വേഷിക്കുന്ന സമയത്താണ് രാഹുൽ വീട്ടിലില്ല എന്നുള്ളൊരു മറുപടി വീട്ടുകാരിൽ നിന്നും അറിയാനായിട്ട് സാധിച്ചത്. പക്ഷേ എവിടെയാണെന്നുള്ളൊരു കൃത്യമായ മറുപടിയോ ഫോൺ വിളികളിൽ കൃത്യമായ അല്ലെങ്കിൽ ഫോൺ അറ്റൻഡ് ചെയ്യുകയൊന്നും രാഹുൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അടുത്ത സുഹൃത്തുക്കളും മറ്റുമൊക്കെ പറയുന്നത് പത്തനംതിട്ടയിൽ തന്നെയുണ്ട്, അടൂരിനോട് ചേർന്ന പല സ്ഥലങ്ങളിലും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. മറ്റൊരു വിഭാഗം പറയുന്നത് ഇല്ല, കിളിമാനൂർ ഭാഗത്താണുള്ളത്. അത്തരത്തിൽ പലതരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ കൃത്യമായി ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഇക്കാര്യത്തിൽ രാഹുലിന് എന്താണ് പറയാനുള്ളത്? പ്രതിപക്ഷ നേതാവൊക്കെ പറഞ്ഞതുപോലെ തന്നെ രാഹുലിന് എന്താണ് പറയാനുള്ളത് എന്നുള്ളതിന് അവിടെ ഒരു സ്പേസ് ഉണ്ട്. കാര്യം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അധികം നാളായി തന്നെ രാഹുലിനെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ജനപ്രതിനിധിയാണ്, അപ്പോൾ കൃത്യമായി അതിനൊക്കെ മറുപടി നൽകേണ്ടതുണ്ട്. ആ ഘട്ടത്തിൽ ഒരു മറുപടി നൽകിയതായിരുന്നു ഇപ്പോൾ വീണ്ടും ഒരു കൂടുതൽ ആരോപണങ്ങളിലേക്കൊക്കെ നയിച്ചിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആരോപണങ്ങൾ വരികയും പലതരത്തിലുള്ള ശബ്ദ സന്ദേശങ്ങളൊക്കെ പല രീതിയിൽ പുറത്തു വരികയൊക്കെ ചെയ്ത സാഹചര്യത്തിൽ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തന്നെ ഇതിൽ കൃത്യമായ ഒരു വിശദീകരണം നൽകേണ്ടതായിട്ട് വരും. ഈ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിനും ഈ കാര്യത്തിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു അതൃപ്തിയുണ്ട്. കാര്യം നേരത്തെ തന്നെ ഈ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിന് രാഹുലിന്റെ കാര്യത്തിൽ പലതരത്തിലുള്ള എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു സാഹചര്യം വന്നതോടുകൂടെ അതൃപ്തി ഒരുപക്ഷെ മറനീക്കി പുറത്തു വരാനുള്ള സാഹചര്യവുമുണ്ട്. ധന്യ. ലിജോ, ഇതിൽ മറ്റൊരു കാര്യം പ്രധാനപ്പെട്ടത് രാഹുൽ പറയട്ടെ എന്ന് പറയുന്നുണ്ട്. അതായത് രാഹുലിന്റെ ഭാഗം കേൾക്കാം എന്ന് പ്രതിപക്ഷ നേതാവും പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഭാഗം കേൾക്കലിന്റെ കാത്തു നിൽക്കുമോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ACC ഒരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, ഇതിൽ ഇനി എന്ത് ന്യായീകരണം നടത്താനാണ് എന്നൊരു ചോദ്യം വരുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിനകത്തുള്ള പരാതികൾ നേരത്തെയുണ്ട്, പക്ഷെ പുറത്തുനിന്നും ഇത്തരത്തിൽ പരാതി വരുമ്പോൾ, അതുമല്ല VD സതീശൻ പറഞ്ഞതുപോലെ ഒരു മകൾ വന്ന് പരാതി പറയുമ്പോൾ അതിനെ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത് എന്ന് ധാരണ നേതാക്കൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. അത്തരത്തിൽ കടുത്ത നിലപാട് ഇല്ലെങ്കിൽ കടുത്ത തീരുമാനങ്ങളിലേക്ക് കേരള നേതൃത്വം കടക്കുന്നു എന്നുള്ളതാണ്. ആ രീതിയിൽ കൂടെ നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി ലോക്കായിരിക്കുന്ന അവസ്ഥയല്ലേ രാഹുലിന്റേത്? തീർച്ചയായിട്ടും അതൊരു പ്രധാന കാര്യം തന്നെയാണ്. എപ്പോഴും നമുക്കറിയാം ഈ രാഹുൽ എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി വരുന്നത്, അതിനുശേഷം ഉണ്ടാകുന്ന ഒരു അച്ചുതണ്ടുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ, VD സതീശൻ, ഈ മൂവരും ചേർന്നുകൊണ്ട് പാർട്ടിക്കുള്ളിൽ ഒരു ശക്തമായ ഒരു പവർ ഗ്രൂപ്പ് അവിടെ ഫോം ചെയ്തു വരുന്നുണ്ട്. അതിൽ വലിയ രീതിയിലുള്ള എതിർപ്പ് A ഗ്രൂപ്പിനും I ഗ്രൂപ്പിനും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു സാഹചര്യം എന്തായാലും വന്നിരിക്കുന്നു. VD സതീശൻ കൈവിട്ടു. ഷാഫി പറമ്പിലാണെങ്കിൽ പോലും പ്രതികരിക്കാതെ മടങ്ങിപ്പോകുന്നു. സാധാരണ എന്തിനും ഏതിനും പ്രതികരിച്ചു കൊണ്ടിരുന്ന ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നും പറയാതെ എവിടെയാണെന്ന് പോലും പറയാത്ത രീതിയിലിരിക്കുന്നു. കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയിരുന്നു എന്നുള്ള ഒരു കാര്യം കുടുംബക്കാർ തന്നെ പറയുന്നു. പക്ഷേ രാത്രിക്ക് ശേഷമാണ് കാണാതായിരിക്കുന്നത്. ഈ രാഹുലിന്റെ പ്രതികരണത്തിന് എന്തെങ്കിലും വില കൽപ്പിക്കുമോ ഇല്ലേ എന്നുള്ളതൊക്കെ പിന്നീട് തെളിയിക്കും. പക്ഷേ എന്താണ് ഈ ഒരു കാര്യങ്ങളിൽ ഇങ്ങനെയൊക്കെ വന്ന സ്ഥിതിക്ക് എന്താണ് പറയാൻ പോകുന്നത് എന്നൊന്ന് കേൾക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു പ്രധാന പ്രശ്നം ഇപ്പോൾ ACC തന്നെ നേരിട്ട് ഇടപെട്ട സാഹചര്യത്തിൽ ഇനിയിപ്പോൾ സംരക്ഷിക്കാൻ ആരുമില്ലാതെ വരുന്നു. കാര്യം സംസ്ഥാന അധ്യക്ഷനായി വരുമ്പോൾ തന്നെ അതിന് പിന്നാലെ വരുന്ന വ്യാജ ID കാർഡ് വിവാദങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ പാർട്ടിക്കുള്ളിൽ തന്നെ അടിച്ചമർത്തപ്പെട്ട, യൂത്ത് കോൺഗ്രസിനുള്ളിൽ തന്നെ ഒതുക്കപ്പെട്ട ഒരു കൂട്ടം നേതാക്കൾ, അതായത് സംഘടനാ പ്രവർത്തനത്തിലൂടെ KSUവിന്റെ അടിത്തട്ട് മുതൽ പ്രവർത്തിച്ചു വന്ന, അതിന്റെ ഭാരവാഹിത്വമൊക്കെ വഹിച്ചുകൊണ്ടുവന്നവർ, യൂത്ത് കോൺഗ്രസിൽ വർഷങ്ങളായി പ്രവർത്തിച്ച് അതിന്റെ ഭാരവാഹിത്വത്തിലേക്ക് വന്ന ആളുകൾക്കെല്ലാം തന്നെ രാഹുലിനോട് വലിയ രീതിയിലുള്ള എതിർപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരു സാഹചര്യം വന്നിരിക്കുന്നു. അത് തന്നെയാണ് ആ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ, അതായത് ആ ഭാരവാഹികളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. പലരോടുമൊക്കെ വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം ഇത് തന്നെയാണ്. കുറച്ചധികം നാളുകളായി ഒറ്റയ്ക്ക് തീരുമാനമെടുത്തു പോകുന്ന ഒരു
രീതി മാത്രമായിരുന്നു രാഹുലിനുണ്ടായിരുന്നത്. ഈ ഒരു കാര്യം വന്നപ്പോൾ പോലും, കാര്യം ഒരു വനിതാ നേതാവ് ഈ ഒരു ആരോപണം ഉന്നയിച്ചിട്ട് പോലും അതിന് കൃത്യമായ ഒരു പ്രതികരണം നൽകാനായിട്ട് രാഹുലിനോട് അടുത്ത ആളുകളോ ഒന്നും തന്നെ യൂത്ത് കോൺഗ്രസ് നേതാക്കളോ തയ്യാറായിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ഒരിടത്തു നിന്ന് ആരംഭിച്ചപ്പോൾ അതിന് പിന്നാലെ കൂടുതൽ നേതാക്കൾ, കൊല്ലത്ത് നിന്നുള്ള വിഷ്ണു സുനിൽ പന്തളം ഉൾപ്പെടെയുള്ളവർ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ്. ആ കാര്യം കൃത്യമായൊരു നിലപാട് പറയണം. ഒന്നുകിൽ നിയമപരമായി മുന്നോട്ട് പോകണം, അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് അധ്യക്ഷന് പറയാനുള്ളതെന്നുള്ളത് കൃത്യമായി അറിയിക്കണമെന്ന് പറയുന്നത്. പക്ഷേ ഇതുവരെയും ഗ്രൂപ്പിൽ പോലും രാഹുൽ കൃത്യമായിട്ടൊരു മറുപടി പറഞ്ഞിട്ടില്ല. ഇപ്പോൾ രാജി വേണമെന്നുള്ള ഒരു ആവശ്യവും പല ആളുകളും ആ ഗ്രൂപ്പിൽ തന്നെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രാജിയിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്. പലരും പറയുന്നത് ആ കമ്മിറ്റി തന്നെ പോട്ടെ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല എന്നുള്ള രീതിയിലും വരുന്നുണ്ട്. എന്തായാലും രാഹുൽ ഇതുവരെ ഉണ്ടാക്കിയെടുത്ത, അതായത് വളരെ പൊടുന്നനെ വളർന്നു വന്ന ഒരു നേതാവാണ്. ചർച്ചകളിലൂടെ വളർന്നു വന്ന് പാലക്കാടിന്റെ യൂത്ത് കോൺഗ്രസിനുള്ളിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉള്ളതുകൊണ്ട് ഇത് പരിഹരിക്കൽ കുറച്ച് കടുത്ത തീരുമാനങ്ങൾ എടുത്താൽ മാത്രം സാധിക്കുന്ന ഒരു കാര്യമായി മാറുകയാണ്. കാരണം ഏത് തരത്തിലായിരിക്കും ഇപ്പം സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ ഉൾപ്പെടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. യൂത്ത് കോൺഗ്രസിന്റെ പ്രതികരണം വളരെ വ്യത്യസ്തമായിട്ടാണ്. പലരും പല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിനകത്ത് തന്നെ സ്ത്രീകൾ ഏത് തരത്തിലാണ് പ്രതികരിക്കുന്നത് എന്നതിൽ കൂടി ചില കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഒതുക്കി തീർക്കുക എന്നുള്ളത് വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമായി കോൺഗ്രസിന് മുമ്പിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. പലരും ഈ വിഷയത്തിൽ പല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതുകൊണ്ട്, പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർത്തുന്നതുകൊണ്ട്, കാലങ്ങളായുള്ള ചില പ്രശ്നങ്ങളിൽ മാറ്റം വരട്ടെ എന്ന് തീരുമാനിക്കുന്നതുകൊണ്ട്, പാർട്ടിയോട് കുറച്ചുകൂടി താല്പര്യമുള്ള ആളുകളായതുകൊണ്ടൊക്കെ പല അഭിപ്രായങ്ങൾ വരുമ്പോൾ അത് ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ളത്, യൂത്ത് കോൺഗ്രസിനെ ഒരുമിച്ച് നിർത്തുക നിലവിലെ സാഹചര്യത്തിൽ എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ കിറാമുട്ടിയായി കിടക്കുന്നു എന്നുള്ളതാണ്. അതെങ്ങനെ പരിഹരിക്കുമെന്നുള്ളത് വരും മണിക്കൂറുകളിൽ കണ്ടറിയേണ്ടതായി ഉണ്ട്.